വലിയൊരു സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു സഹപ്രവർത്തകനെ നഷ്ടപ്പെടേണ്ടി വന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് തിരുമല വാർഡ് കൗൺസിലറും അതുപോലെ BJP നേതാവുമായ അനിൽകുമാർ ആത്മഹത്യ ചെയ്തു. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അദ്ദേഹം ഓഫീസിലെത്തി ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്. വലിയൊരു സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബോഡി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഓഫീസിൽ നിന്നും പൂർത്തീകരിച്ച് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വലിയവിള ഫാം സൊസൈറ്റിയിൽ അനിൽകുമാർ 6 കോടിയോളം രൂപ വായ്പ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വായ്പ അദ്ദേഹത്തിന് തിരികെ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ തുടർന്ന് ഈ നിക്ഷേപകരൊക്കെ തന്നെ ഈ തമ്പാനൂർ സ്റ്റേഷനിൽ പരാതിപ്പെടുകയുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ. അതിലുള്ള ഒരു മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. ഈ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: താൻ ഒറ്റയ്ക്കായി തൻ്റെ വീട്ടിലെ ആവശ്യത്തിന് 1 രൂപ പോലും അതിൽ നിന്ന് താൻ എടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ടും ഈ സൊസൈറ്റിയിലെ മറ്റു പ്രവർത്തകരോട് പറഞ്ഞപ്പോൾ അവർ തന്നെ സഹായിക്കുമെന്ന് പറഞ്ഞില്ല. കൂടാതെ ഈ BJP നേതൃത്വവുമായി ചർച്ചയും നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും അവർ തന്നെ സഹായിക്കാൻ തയ്യാറായില്ല. ആ ഒരു മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ മേയർ അനുശോചനവും അറിയിച്ചിട്ടുണ്ട്. ഒരു സഹപ്രവർത്തകനായ കൗൺസിലറെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി പല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ കൗൺസിലർമാരെയും വളരെ സ്നേഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അദ്ദേഹം ജീവനൊടുക്കിയതിൽ അതിയായ ദുഃഖവും അതുപോലെ തന്നെ വളരെ വിഷമവും വളരെ ഞെട്ടലും ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭയുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അദ്ദേഹം വളരെ ആക്റ്റീവായി കൗൺസിലിലൊക്കെ പങ്കെടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഞങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും കുറച്ചു നാളായി അദ്ദേഹം സജീവമായി കൗൺസിലിലൊക്കെ വരാതിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. മേയർ എന്നുള്ള നിലയിലും ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ എന്ന നിലയിലും ഞങ്ങൾ രണ്ടാളും അദ്ദേഹത്തെ വിളിച്ച് വിവരം അന്വേഷിക്കുകയും അന്ന് അദ്ദേഹം അവസാനം നടന്ന കൗൺസിലിന് മുൻപായി ഞങ്ങളെ കാണാൻ വന്ന് ആരോഗ്യം ശരിയല്ല എന്നുള്ള തരത്തിലുള്ള സംസാരം നടത്തുകയും ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ആശുപത്രിയിൽ കാണിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങൾ നഗരസഭ തന്നെ ചെയ്തു നൽകാമെന്നും അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം 2 തവണ അദ്ദേഹത്തെ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി മേയർ അങ്ങോട്ട് വിളിച്ചെങ്കിലും അദ്ദേഹം സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങയെ തിരിച്ചു വിളിക്കാം, ഇപ്പോൾ അസുഖം ഭേദമായി വരുന്നുണ്ട് എന്നൊക്കെയുള്ള മറുപടിയാണ് നമുക്ക് തന്നത്. എന്തായാലും ഇന്ന് രാവിലെ കേട്ട ഈ വാർത്ത ഞങ്ങളെ ആരെയും സംബന്ധിച്ചും ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒരു വാർത്തയല്ല. ഈ നഗരസഭാ കൗൺസിലിൻ്റെ പീരീഡിൽ ഇതിനു മുൻപ് 4 കൗൺസിലർമാർ ഇതുപോലെ അല്ലെങ്കിൽ പോലും അസുഖത്തെ തുടർന്ന് നമുക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു സഹപ്രവർത്തകനെ നഷ്ടപ്പെടേണ്ടി വന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം 2 കുഞ്ഞു മക്കളാണ്. അവരുൾപ്പെടെയുള്ള കുടുംബത്തിനോടും പൂർണ്ണമായി നഗരസഭ ഒപ്പമുണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും സമയത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അത്തരത്തിൽ അദ്ദേഹം വിശദമായി പറഞ്ഞിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധയിലുണ്ട്. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് അസുഖത്തെ കൂടി നിൽക്കുന്ന അദ്ദേഹം പണ്ടത്തേനേക്കാൾ അദ്ദേഹം ആരോഗ്യപരമായി കൂടി ക്ഷീണിച്ചതാണ് നമ്മൾ കൂടുതൽ ഗൗരവമായി എടുത്തിരുന്നത്. ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം കൂടി അദ്ദേഹം കണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങൾ പൊതുവേ അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല, മറ്റ് കൗൺസിലർമാരോട് പറഞ്ഞിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ച് നാളായി അദ്ദേഹം വരാതിരുന്നു, കൗൺസിലിലൊക്കെ സജീവമല്ലാതിരുന്നപ്പോഴാണ് ഒരു സംശയം തോന്നി ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹത്തിനെ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൗൺസിലർമാരോട് BJPയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറിനോടുൾപ്പെടെ ഒരിക്കൽ ഞാൻ പറഞ്ഞു, അനിച്ചേറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനും ഡെപ്യൂട്ടി മേയറും ഇരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പോയി അനിച്ചേറിനോട് പറഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യമുണ്ടായത്. പ്രയാസം അദ്ദേഹം നേരിട്ടിരുന്നു എന്നൊക്കെ ഇന്നിപ്പോൾ വാർത്തയിലൂടെയൊക്കെയാണ് ഞങ്ങളും അറിയുന്നത്. എന്തായാലും വലിയൊരു ദുഃഖമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് നമുക്ക് ഇതിന് ശേഷം പറയേണ്ട കാര്യമല്ലേ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ബോഡി മോർച്ചറിയിലാണുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ശേഷം ചർച്ച ചെയ്യേണ്ടതും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇതിന് ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് മതിയായ സങ്കടമുണ്ട്. അത് മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കാൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് അനുസരിച്ച് മാത്രമേ തുടർ നടപടികളൊക്കെ എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് മേയർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിട്ടുമുണ്ട്. കൂടാതെ ഈ ഒരു കൗൺസിലർ ഓഫീസിന് മുൻപിൽ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ വലിയ രീതിയിൽ BJP പ്രവർത്തകർ പ്രകോപിതരായിട്ടും ഉണ്ടായിരുന്നു. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.